അടുത്ത മാസം 4-ാം തീയതി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരാനിരിക്കെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ഗുജറാത്തിനെ സംബന്ധിച്ച് ഇതൊരു സെമി ഫൈനലാണ്. കാരണം 2027 ആദ്യം UP-ക്കും മറ്റുമൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. കഷ്ടിച്ച് ഒരു 10 മാസം പോലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനില്ല. അതുകൊണ്ട് തന്നെ ഗുജറാത്തിന്റെ പൾസ് എന്താണെന്നറിയാൻ രാജ്യത്ത് ഏവരും ഉറ്റുനോക്കിയിരുന്നതാണ്. ഇത് ഫലം പുറത്തു വരുമ്പോഴേക്കും BJP ബഹുദൂരം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഒരിക്കൽ കൂടി ഇത് BJPയുടെ ഉറച്ച കോട്ടയാണ് ഗുജറാത്ത് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം മുൻപോട്ട് പോകുന്നത്. കോർപ്പറേഷൻ 15 എണ്ണമാണ് ഗുജറാത്തിൽ, 15 കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ 504 സീറ്റുകളിലേക്ക് ഫലം വരുമ്പോൾ 482 സീറ്റ് നേടി BJP ബഹുദൂരം മുന്നിലാണ്. കോൺഗ്രസും ആം ആദ്മിയും ഒക്കെ, ആം ആദ്മിക്ക് സീറ്റില്ല, കോൺഗ്രസിന് 24 സീറ്റാണ് ഇവിടെയുള്ള ടോട്ടൽ സീറ്റ് 1044. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ 84 ഇവിടെ ബഹുദൂരം മുന്നിൽ. അതായത് ഇവിടെ ചില സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടി എന്നുള്ളതും ശ്രദ്ധേയപരമായ കാര്യമാണ്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ വളരെ ചെറിയ, അതായത് BJP ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ BJPക്ക് സീറ്റ് നില 606 സീറ്റ് നേടുമ്പോൾ കോൺഗ്രസ് അവിടെ 55 സീറ്റിലേക്കും ആം ആദ്മി 2 സീറ്റിലേക്കും എത്തി എന്നുള്ളതാണ്. ആം ആദ്മിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു 34 ജില്ലാ പഞ്ചായത്താണ് ഉള്ളത്. ഒപ്പം തന്നെ തഹസീൽ പഞ്ചായത്ത് 260 ഇതിനു മുൻപ്, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 2 മുനിസിപ്പാലിറ്റികൾ BJP നേടിയിരുന്നു. 707 സീറ്റിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതായത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിയുമ്പോൾ എതിരാളികൾ ഇല്ലാതെ തന്നെയാണ് 2 മുനിസിപ്പാലിറ്റിയുടെ ഭരണം BJPക്ക് കിട്ടിയത്. ഒപ്പം തന്നെ 707 സീറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഏതായാലും BJPക്ക് ഇത് നൽകുന്ന ആത്മവിശ്വാസം അത്ര ചെറുതാകില്ല. കാരണം നാളെയാണ് ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനൊക്കെ പോകുന്നതിന് മുമ്പ് BJP നേടുന്ന ഒരു വലിയ വിജയം, BJPയുടെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ വിജയം തന്നെയാണ് ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഗുജറാത്തിൽ ഇത്തവണ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റുമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റും നടത്തിയത്. കേജ്രിവാൾ തമ്പടിച്ച് തന്നെയായിരുന്നു ഗുജറാത്തിലെ പ്രവർത്തനം നടത്തിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ MP-മാരൊക്കെ പോയിരുന്നെങ്കിൽ തന്നെയും, BJPയോട് ജോയിൻ ചെയ്തു എങ്കിൽ തന്നെയും വലിയ രീതിയിൽ തന്നെ ആം ആദ്മി അവിടെ ക്ലച്ച് പിടിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഒരു ഫലം കാണാനുണ്ട്. ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ അവർ സീറ്റ് നേടി, അക്കൗണ്ട് തുറന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച. ഈ കോൺഗ്രസിന് ഒരു മടങ്ങി വരവ് ഉണ്ടാകില്ല ഗുജറാത്തിൽ എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.